കേട്ടോ, നിങ്ങളെ ഞാൻ പിടിക്കും, ആരായാലും പിടിക്കും. നിങ്ങളതിലെ വരൂല, കാറ് കെട്ട് കൊടുക്കും. നിങ്ങളതിലെ വരൂല, നീ പടിയാകണ്ട. അവനെ അവിടെ നിന്ന് ഞാനും ഇവിടെ വെച്ചു. നീ ഇന്ന് പോരുണ്ടാവില്ല. അമ്മച്ചേ, എനിക്കൊരു കാര്യം പറയാണ്ട്. ഫസ്റ്റൊക്കെ അമ്മച്ചിനെ എല്ലാരും ഇങ്ങനെ ടോപ്പാക്കും. അമ്മച്ചി പുലി, അമ്മച്ചി കടുവ, തീപ്പൊരി വനിത, അതാണ് അമ്മച്ചിന്റെ ആഗ്രഹം. അമ്മച്ചി ഇനി മുതൽ വനിതാ പോലീസാണ്, അമ്മച്ചി ഇനി മുതൽ MVD ആണെന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു വരും. പക്ഷെ അതൊന്നും കേട്ടാണ് ഇങ്ങനെ മൂച്ചിമലായാണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ ആ ഫുട്പാത്ത് വന്നാണ് നിൽക്കാന്ന് കണ്ടിട്ടാ. അമ്മച്ചിനെ മോട്ടറാക്കണ ഈ മീഡിയക്കാരാണ് ഓരോരുത്തർ. ഓർക്കിപ്പോ ഈ ഒരു 3 ദിവസം അമ്മച്ചിന്റെ ഫേസ് ഇട്ടുണ്ടെങ്കിൽ റീച്ചാണ്. അപ്പോൾ ഓരോന്ന് ചോദിക്കും അമ്മച്ചിന്റെ സ്വപ്നം എന്തായിരുന്നു, എന്നിട്ട് ഓല് ബാക്കിൽ കൂടെ പറയും പോലീസ്. അപ്പൊ അമ്മച്ചി പറയും എനിക്കൊരു വനിതാ പോലീസ് ആണെന്ന് എനിക്ക് പോതി, പക്ഷെ എന്റെ ഭർത്താവ് സമ്മതിച്ചില്ല, അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ചാൻസ് കിട്ടി. അങ്ങനെയൊക്കെ പറയാം. അത് 2-3 ദിവസം ഉണ്ടാവുള്ളൂ. അതാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മച്ചിനെ ആരെയും തല്ലി കൊന്നു പറഞ്ഞാലോ ഓല് പിന്നെ പറയും ഞങ്ങൾക്ക് അവിടെയാണ് കണ്ടന്റ് ഉള്ളത്, അമ്മച്ചിന്റെ കണ്ടന്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോകും. അതാണ് പ്രശ്നേ. നമ്മളെ കേരളത്തിൽ എല്ലെങ്കിലേ നിയമത്തിന്റെ കാര്യത്തിൽ കുറച്ച് ഓവറായി. എന്തെങ്കിലും ഒരു പരിപാടിക്ക് കുട്ടികളൊക്കെ ഒന്നാണ് വണ്ടി കണ്ട് ഇറക്കുക, ഒന്നാണ് പൊട്ടിക്കുമ്പോൾ ഉണ്ടാവും MVD അവിടെ നോമ്പർപ്പിക്കലിനൊക്കെ വന്ന മാതിരി ഇങ്ങനെ ഇരിക്കണം. അല്ലെങ്കിൽ മറ്റേ വേറൊരു ചെങ്ങായി ഉണ്ടല്ലോ തിരുവനന്തപുരത്ത് നിന്ന് ഷൺമുഖ ഏതോ ബീച്ചിന്റെ അവിടെ നിന്ന് ഒരു ചെങ്ങായിനെ വടിയിട്ടടിച്ച് എന്നിട്ട് നമുക്ക് മാളിൽ നല്ലോണം കിട്ടി. അതാണ്. അപ്പൊ നമ്മൾ കേരളത്തിൽ പോലീസുകാർ ഈ ഭയങ്കര ഓവറാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ അമ്മച്ചി പോലീസും കൂടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തിനാ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് നിന്ന് അടി വാങ്ങണം, നല്ലോണം കിട്ടും. അതില് പ്രായ വ്യത്യാസമൊന്നുമില്ല. ഇപ്പത്തെ കാലം അറിയാലോ, ഓരോരുത്തർ ഓരോന്നും എന്തെങ്കിലുമൊക്കെ അടിച്ചാൽ പോടെ. എന്താ പേരൊന്നും കൂടി അറിയില്ല, ഇലയാണോ കല്ലാണോ പുല്ലാണോ എന്താണെന്നും കൂടി അറിയില്ല. അതിന്റെ ഇടയ്ക്ക് ഈ അമ്മച്ചി നിന്നുണ്ടെങ്കിൽ അമ്മച്ചിനായിട്ടാണ് പോകും. അപ്പൊ സ്നേഹം ഉള്ളതുകൊണ്ട് പറയണം കേട്ടോ. അമ്മച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പറയാട്ടോ. എന്തിനാ വെറുതെ നമുക്ക് പെരയിൽ അവിടെ ചോറ് കഞ്ഞി ചമ്മന്തി സാമ്പാറൊക്കെ തിന്നിട്ട് അവിടെ ഇരുന്നാൽ പോരാ. നമുക്ക് ഇനി വെറുതെ ഇനി ഒന്നും കൂടി വൈറലായി കൊളാവണം.